ഹലോ മ്യൂസിക് ഡയറക്ടർ അർഫ സാബർ സ്പീക്കിംഗ്. ഹലോ അമർ, നാളെ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തോളൂ, ഞാൻ വരാം. ഓ നൈല, ഐ ആം വെരി സോറി. ഞാൻ പാർക്കിലിരുന്ന് പുതിയൊരു ട്യൂണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതാ ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരുന്നത്. എനിഹോ താങ്ക് യു സോ മച്ച്. മനു, ഇന്ന് കാര്യമില്ലാതെ ഞാനില്ലേ? റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. വെറുതെ എന്തിനാ മനു? അല്ലടാ മച്ചു, അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ? ഏതായാലും നമ്മൾ സഹകരിച്ചതല്ലേ, ഇതൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ മല. യെസ്, ഞാൻ ഒരു മെയിലേക്ക് തൊട്ടെ. യാ ഷുവർ. Little busy. Me too. Then? What about evening 6 p.m? Okay. മനു എന്താടാ? എങ്ങനെയാണ് താങ്കൾ ഈ സംഗീത ലോകത്ത് എത്തിപ്പെട്ടത്? ഐ മീൻ പാരമ്പര്യമായ മറ്റു? ഗുഡ് ക്വസ്റ്റ്യൻ. പാരമ്പര്യമായി എന്റെ സംഗീത വാസനയെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു. കുട്ടിക്കാലത്ത് എന്റെ ദിനങ്ങൾ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ സാധനം കേട്ടുകൊണ്ടാണ്. ശരിയാ, അതൊരു ആഖിർ ഭൈരവി രാഗത്തിലായിരുന്നു. സംഗീത ലോകത്ത് താങ്കൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും? എ ആർ റഹ്മാനോടും ഇളയരാജോടും ചോദിക്കേണ്ട ചോദ്യമാണിത്. ഫീൽഡിൽ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരി സർ, താങ്കളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ്? അമർ, ഓ ജസ്റ്റ് എ മിനിറ്റ്. വാട്ട്? കട്ട്. ഹായ് നൈല, ഇതിപ്പോ കഴിയും, നമുക്കുടനെ തുടങ്ങാം. സോറി അമർ, 6 മണിയായി. 6 മണിക്ക് വേറൊരു അത്യാവശ്യമായ അപ്പോയിന്റ്മെന്റ് എനിക്കുണ്ട്. അയ്യോ നൈല, എന്റെ അസിസ്റ്റൻസ് മുഴുവൻ കാത്തിരിക്കല്ലേ? അവരൊക്കെ എപ്പോഴോ പോയി. പോയാ? ഓ Oh God. എവിടെയായിരുന്നു നീ? ഞാൻ അയച്ച നൊട്ടേഷൻസ് കണ്ടിരുന്നോ? ഇറ്റ്സ് റിയലി ഫാബുലസ്. നിന്റെ ക്രിയേഷൻസിലൂടെയാണ് ഞാൻ നിന്റെ രൂപം മനസ്സിൽ സൃഷ്ടിക്കുന്നത്. നീ എൻ്റെ ഫീലിങ്സ് വല്ലതും അറിയുന്നുണ്ടോ? ആ ഫീലിങ്സ്, ആകാംക്ഷ, വിരഹം, ആഗ്രഹങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് എൻ്റെ സംഗീതം പിറവിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, നീ ആഗ്രഹിക്കുന്നതിൻ്റെ 1000 മടങ്ങ്. പിന്നെന്തിനു നമ്മൾ കാണാമറയത്തിരിക്കണം? അദൃശ്യമായ എൻ്റെ സാന്നിധ്യം പോലും ഇത്രയും നിനക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട്, ഇതിലും നന്നായി എൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം നിനക്കും എനിക്കും ഗുണം ചെയ്യുമെന്ന്. Are you there? Hello? Are you there? യെസ്. അത് വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്യാം. കാണാമെന്നോ? എപ്പോ? എവിടെ? നീ പറ. ഞാൻ ഊട്ടിയിലാണ്. നീയോ? നീയും ഊട്ടിയിലാണോ? ഓക്കെ, എങ്കിൽ ബൊട്ടാണിക്കൽ പാർക്കിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്ക്. ഓക്കെ, ഷുവർ. ബട്ട് നീ എന്നെ എങ്ങനെ തിരിച്ചറിയും? ഗിവ് മീ യുവർ നമ്പർ. നോട്ട് നെസസറി, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചോളാം. എന്നാ ഞാൻ വെള്ളയിൽ കറുത്ത ഡിസൈനുള്ള ഫ്രോക്ക് ആയിരിക്കും ധരിക്കുക. കയ്യിൽ എൻ്റെ ഗിറ്റാറും ഉണ്ടായിരിക്കും.
ചെക്കന് പ്രായമായി. ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഞാനേ ഈ കോഫി ഒന്ന് കുടിച്ചോട്ടെ. ഇപ്പൊ തന്നെ നടത്താം. രാവിലെ തുടങ്ങി ഒരുങ്ങിയിട്ട് മതി വരാതെ. ഊതി കത്തിക്കാൻ ഉള്ളിൽ എന്തോ ഒരു കനല് കിട്ടിയിട്ടുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതാ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള വ്യത്യാസം. ദാ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. എടാ മോനെ ഒരു മിനിറ്റ്. എന്താ വാ, പുറത്തേക്കുണ്ടോ. ആ, അങ്ങേ അറ്റത്തേക്ക് പോട്ടെ. ദേ അവിടെ സൂക്ഷിച്ചു പോണേ. ആ, അങ്ങേ അറ്റത്തുണ്ടേക്കണം. എവിടെയാണ്? എന്റെ ഈശ്വര, എടോ എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നേ. ഇറങ്ങടോ. 200 കൊല്ലം പഴക്കമുള്ളതാ ഈ പിയാനോ. അതിന്റെ മേലെ കയറിയാണോ ചുരണ്ടല്? 200 കൊല്ലം കേടുവരാത്ത സാധന. ഇപ്പൊ ഞാൻ കയറിയാലേ കേടുവരാ. എന്റെ ഭർത്താവിന്റെ പാരമ്പര്യ സ്വത്താ ഇത്. സൂക്ഷിച്ച്. എന്താ ഇത്? എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത്? ഒരു ശ്രദ്ധയില്ലാതെ അത് നശിപ്പിച്ചല്ലോ. ഇഡിയറ്റ്സ്. അയ്യോ, എന്ത് പണിയാടാ നിങ്ങളെ കാണിച്ചത്? അല്ല, എൻ്റെ പിള്ളേരെ സൂക്ഷിക്കേണ്ടതായിരുന്നു. പറ്റിപ്പോയില്ലേ? ഗോൾഡ് മാർക്കറ്റിൻ്റെ അടുത്ത് ഇമാതിരി സാധനങ്ങൾ പഴയതും പുതിയതും മേടിക്കുകയും വിൽക്കുകയും ചെയ്തൊരു കടയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത കടക്കാരൻ എൻ്റെ ഒരു സുഹൃത്താ. നമ്പർ കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്കി വേണം, അതിന് നാശമാക്കണ്ട. നൈല, ആ നമ്പർ കിട്ടിയാ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ. ഗ്രാൻഡ്മാ പ്ലീസ്, എനിക്കിന്ന് 10 മണിക്ക് റിഹേഴ്സൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഗ്രാൻഡ്മാ. അതൊക്കെ ശരിയാ, പക്ഷെ ഇതിങ്ങനെ മൂക്ക് കുത്തി കിടക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ വയ്യ മോളെ. ഗ്രാൻഡ്മയ്ക്ക് ഇത് വെറും ഒരു പിയാനോ മാത്രമല്ല മോളെ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വിളിച്ചാൽ മതി, അവരിവിടെ ഒന്ന് ശരിയാക്കി തരും. ഇവന് എന്താ അവിടെ? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ മോളെ. ഇതെന്താടോ മൊത്തത്തിലൊരു മാറ്റം? പെണ്ണാണാൻ പോവാ? അല്ലല്ല, എനിക്കിന്നൊരു ലീവ് വേണമായിരുന്നു. ബന്ധു വീട്ടിലൊരു കല്യാണമുണ്ട്. അങ്കിൾ നിക്ക്. ഹലോ, ടൈം. അതെ, ഭാസ്കരൻ പറഞ്ഞിരുന്നു. 200 കൊല്ലം പഴക്കമുണ്ടെങ്കിലും സംഗതി പിയാനോ തന്നെയല്ലേ. ആള് വന്ന് കാണട്ടെ, ഞാൻ ഫോൺ കൊടുക്കാം. ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. പ്ലീസ് പെട്ടെന്ന് കൊടുക്കൂ. ഏതോ അത്യാവശ്യക്കാരാ. ഇക്കാലത്തൊരു പിയാനോ കേടുവന്നതിന് ഇത്ര സങ്കടപ്പെടുന്ന ആളുകളോ? ഹലോ, അത്ര വലിയ അർജന്റ് ഒന്നുമില്ല. അവര് കട്ട് ചെയ്തു. എന്ത് പറ്റും മോളെ? ഫോൺ കട്ടായി ഗ്രാൻഡ്മാ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഞാൻ ഇറങ്ങുന്നു, സമയം വൈകി. ബൈ. പറഞ്ഞോളൂ. അതെ അതെ, ചർച്ച് കഴിഞ്ഞ് റോസ് മൗണ്ട് B70. ഓക്കെ, ഇപ്പോൾ ആളല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലംസ്. എനിക്കറിയാം, നിനക്ക് കല്യാണത്തിന് പോയിക്കോ. പക്ഷേ ഒരു അരമണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ. എന്നാ ഇവിടെ അടുത്ത പുതിയൊരു കസ്റ്റമർ വന്നതല്ലേ, കളയണ്ട. ഇത് ശരിയാക്കിയിട്ട് നീ കല്യാണത്തിന് പൊയ്ക്കോ. മണി 10 ആയുള്ളൂ. സദ്യ വിളമ്പാൻ ഒരു 11:30 ആവില്ലേ? പിയാനോ റിപ്പയർ ചെയ്യാൻ? അതെ. വരൂ, അകത്തേക്ക് വരൂ. പതിയെടുക്കണേ. പുറത്തേക്ക് നോക്കി വേണം. അതെ, ഒന്ന് സഹായിക്കും.
എടുക്ക ആ ചായ. ആ താങ്ക്സ്. പിയാനോ ശരിയാക്കിയിട്ടുണ്ട് മാം. ഞാൻ ഈ കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിച്ചോട്ടെ, ഒരു മെയിൽ ചെക്ക് ചെയ്യാനായിരുന്നു. അതിനെന്താ മോനെ, ഉപയോഗിച്ചോളൂ. എന്റെ കൊച്ചുമോളുടെയാ. എൻ്റെ തൊഴിൽപരമായ ഒരു അർജന്റ് കാര്യത്തിൽ പെട്ടുപോയി. എനിക്കിന്ന് എത്താൻ സാധിക്കില്ല. ഇന്ന് എനിക്കും ഇറങ്ങിയ സമയം മുതൽ ഓരോരോ കാരണങ്ങളാൽ തടസ്സമായിരുന്നു. അപ്പോഴേ എൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ തോന്നിയിരുന്നു. എനിക്കറിയാം, വ്യക്തമായ കാരണമില്ലാതെ നീ വരാതിരിക്കില്ല എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടില്ലെന്നാണ്. നമ്മളുടെ ആ സ്വപ്നം, നമ്മൾ പ്ലാൻ ചെയ്ത ആ മിഷൻ, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി, അതോടൊപ്പം നമ്മളുടെ കൂടിക്കാഴ്ച, അതാണ് ശരി. ശരിയാണ്. നിന്നോടുള്ള ഇഷ്ടം, ബഹുമാനം ഒക്കെ വല്ലാതെ അധികമായിരിക്കുന്നു എനിക്ക്.